ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഴുത്തച്ഛന് മുൻപ് നിലവിലുണ്ടായിരുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. എഴുത്തച്ഛന് മുൻപ് നിലവിലുണ്ടായിരുന്ന സാഹിത്യ പ്രസ്ഥാനം. ഒന്ന് പാട്ടുപ്രസ്ഥാനവും, രണ്ട് മണിപ്രവാളം. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ഭാഷ. പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ഭാഷ മലയാളം, തമിഴ്. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടുപ്രസ്ഥാനത്തിലെ ലക്ഷണമൊത്ത കൃതി. പാട്ടുപ്രസ്ഥാനത്തിലെ ലക്ഷണമൊത്ത കൃതി രാമചരിതം. രാമചരിതത്തിൻ്റെ ഇതിവൃത്തം രാമായണത്തിലെ യുദ്ധകാന്ഡം. രാമചരിതത്തിലെ അധ്യായങ്ങളെ വിളിക്കുന്ന പേര് പടലങ്ങൾ. രാമചരിതത്തിലെ അധ്യായങ്ങളെ വിളിക്കുന്ന പേര് പടലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, രാമചരിതത്തിലെ പടലങ്ങളുടെ എണ്ണം. രാമചരിതത്തിലെ പടലങ്ങളുടെ എണ്ണം 164. രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമകവി. രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമകവി. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവി. പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതി ലീലാതിലകം. പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതി ലീലാതിലകം. അടുത്തത് മണിപ്രവാളവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. മലയാള സംസ്കൃത ഭാഷകൾ ചേർന്നുണ്ടായ സാഹിത്യരൂപം മണിപ്രവാളം. മലയാള സംസ്കൃത ഭാഷകൾ ചേർന്നുണ്ടായ സാഹിത്യരൂപം മണിപ്രവാളം. മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാളത്തിലെ മണി എന്ന പദം മലയാളത്തെയും പവിഴം എന്ന പദം സംസ്കൃതത്തെയും സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികൾ: ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ഉണ്ണിയച്ചി ചരിതം രചിച്ചത് തേവൻ ചിരികുമാരൻ. ഉണ്ണിയാടി ചരിതം രചിച്ചത് ദാമോദര ചാക്യാർ. ജാവയിലെ മണിപ്രവാളം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. അടുത്തത് നിരണം കവികൾ. മലയാള ഭാഷയെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ചത് നിരണം കവികൾ. മലയാള ഭാഷയെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ചത് നിരണം കവികൾ. കണ്ണശന്മാർ എന്നറിയപ്പെടുന്ന കവികൾ നിരണം കവികൾ. കണ്ണശന്മാർ എന്നറിയപ്പെടുന്ന കവികൾ നിരണം കവികൾ. നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം ആരംഭിക്കുന്നത് നിരണം കവികളുടെ വരവോടുകൂടിയാണ്. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം ആരംഭിക്കുന്നത് നിരണം കവികളുടെ വരവോടുകൂടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കാവ്യം കണ്ണശരാമായണം. കണ്ണശരാമായണം, കണ്ണശഭാരതം, ശിവരാത്രി മഹാത്മ്യം എന്നിവ രചിച്ചത് രാമപ്പണിക്കർ. കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ. രാമപ്പണിക്കരെ കേരള സ്പെൻസർ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂർ. ഭാരതമാല രചിച്ചത് ശങ്കരപ്പണിക്കർ. ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മാധവപ്പണിക്കർ. ചമ്പുകൃതികൾ. ഏറ്റവും പ്രാചീനമായതും ഏറ്റവും വലുതുമായ ചമ്പുകൃതി രാമായണം ചമ്പു. രാമായണം ചമ്പു രചിച്ചതാര്? പുനൻ നമ്പൂതിരി. അരക്കവി എന്നറിയപ്പെടുന്നത് പുനൻ നമ്പൂതിരി. സന്താനഗോപാലൻ ചമ്പു, രാജസൂയൻ ചമ്പു, കുചേലവൃത്തം ചമ്പു എന്നിവ രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി. സുജാതോദ്വാഹം ചമ്പു രചിച്ചതാര്? ഉള്ളൂർ. ഹൈദർ നായ്ക്കൻ എന്ന ചമ്പു രചിച്ചത് സർദാർ KM പണിക്കർ. നൈഷധം ചമ്പു രചിച്ചത് മഴമംഗലം നമ്പൂതിരി. സന്ദേശകാവ്യം. സന്ദേശകാവ്യങ്ങൾക്ക് മാതൃകയായ ഗ്രന്ഥം മേഘസന്ദേശം. കാളിദാസൻ്റെ മേഘസന്ദേശം. സംസ്കൃതത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം മയൂര സന്ദേശം. ഹംസ സന്ദേശം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. റാണി സന്ദേശം രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. മർക്കട സന്ദേശം രചിച്ചത് മൂർക്കോത്ത് കുമാരൻ. കോകില സന്ദേശം രചിച്ചത് മൂലൂർ S പത്മനാഭ പണിക്കർ. ഭൂപ സന്ദേശം രചിച്ചത് സർദാർ KM പണിക്കർ.
ശുഗസന്ദേശം രചിച്ചത് ലക്ഷ്മീദാസൻ. മലയാള ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള ഗദ്യകൃതി ഭാഷാ കൗടലീയം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്